നമസ്കാരം. ക്ഷേമ പെൻഷൻ ഒരു മാസം മുടങ്ങിയപ്പോൾ ഒരു വയോധികന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് അപ്രതീക്ഷിതമായിട്ട് കേൾക്കാനിടയായി. മറ്റൊരു സംഭാഷണത്തിനിടയിൽ ഞാൻ പെൻഷൻ വാങ്ങാൻ പോയിട്ട് വരുന്നു, കിട്ടിയില്ല, ഒന്നും കഴിച്ചില്ല എന്ന വാചകം പറഞ്ഞപ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയിച്ചത്. കിട്ടിക്കൊണ്ടിരുന്ന ഈ മാസത്തിൽ ഇതുവരെ കിട്ടിയില്ല. ഇന്ന് ചെല്ലാൻ പറഞ്ഞു. എന്താ പറഞ്ഞു, ലിസ്റ്റ് വന്ന് പൈസ വന്നില്ല, തിങ്കളാഴ്ച. ഇനി കറണ്ട് ബില്ല് ഊരിക്കൊണ്ടുപോകാനാണ് നമ്മൾ. അതിനെ വയ്ക്കാൻ വേണ്ടിയില്ല. ഞാൻ പെയിൻറ്റിൻ്റെ പണി ചെയ്യുന്ന ഒരാളാണ്. നന്നായിട്ട് പെയിൻ്റ് അടി. ഈ നട്ടല് വേദന ഏണിക്കാർ പെയിൻ്റ് അടിക്കാൻ വയ്യാതിരിക്കും. വലിയ ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ ഒരു കൂട്ടുകാരെ വിളിച്ച് ചായ വാങ്ങിച്ചിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് പഴം കഞ്ഞാലോ പരി കുടിക്കാം. ഭാര്യയ്ക്ക് ബ്ലഡ് വീടിഞ്ഞ് ഒന്ന് ഗർഭപാത്രത്തിന് ചരക്ക് വീണ് ചോര ഒന്ന് മെഡിക്കൽ കോളേജ് കൂട്ടി കിടത്തിയിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നടന്നില്ല. രണ്ടാമതൊരു ഓപ്പറേഷൻ കൂടെ കൊടുത്തേക്കുന്നു മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ ആഹാരം കിട്ടും. മോനെ ഒരു ജോലിയിൽ ഒരു വണ്ടി ഇടിച്ച് കൈ രയില് പൊട്ടി 2 മാസം കൊണ്ട് വീട്ടിൽ കിടക്കും. പിന്നെ പലരും ഒന്ന് ഞാൻ പറഞ്ഞു, ആരെയും ഇപ്പോൾ കഴിയിട്ടാൻ പോകില്ല. പലരും ചെറിയ സഹായം കിട്ടാത്തൊരു വലിയ കാര്യം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന മുടങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടായതിനു ശേഷം ഈ കറണ്ടിൻ്റെ പൈസ അറിയാൻ നിവർത്തില്ല സാർ. അവന്മാരൊന്നും ഒരുക്കുന്നു. ഞാൻ നാളെ മെഴുകി വാങ്ങിച്ചു. ഈ ജോലിക്കുള്ള വലിയ വേണ്ട മെഴുകി വാങ്ങിച്ചാൽ അവിടെ കടയിൽ കേൾക്കുന്ന കടമായി. അമ്പലത്തിങ്ങനെ പഴയ ഈ ക്ഷേമ പെൻഷൻ അല്ല വേറെ എന്ത് വരുമാനമുണ്ട്? വേറെ എനിക്കൊരു വരുമാനം. അതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിനെ ആശ്രയിക്കും. കിട്ടാത്തതുകൊണ്ട് വലിയ വിഷമവും. കേട്ടല്ലോ, തുലവും തുച്ഛവുമായ 2000 രൂപയിലേക്ക് ഒരു മനുഷ്യൻ എത്രമാത്രം ആശ്രയിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ആ വാക്കുകൾ. കേട്ടപ്പോൾ വല്ലാതെ ഉള്ളുലച്ചു. കാര്യം 2000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറയിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു വലിയ തുകയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ തുക വരാത്തത് കൊണ്ട് വീട്ടിലെ കറണ്ട് പോലും കട്ട് ചെയ്ത് പോകാൻ പോകുന്നു എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ആ പ്രതികരണം എടുത്തു എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്തുകൊണ്ട് 2000 വരെ ഈ ക്ഷേമ പെൻഷൻ എത്തി എന്ന് പറഞ്ഞാൽ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വളർന്നു വരുന്നവർക്ക് ഇല്ലായ്മയുടെ സാഹചര്യത്തിൽ വളർന്നു വന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പുതിയ UDF സർക്കാർ വന്നു, എല്ലാവരും ആ ഗണത്തിൽപ്പെടുത്തുന്നു. പക്ഷേ മെജോറിറ്റി ഉള്ളവർ അവർ തറവാടികളാണ്. അവർ വളർന്ന സാഹചര്യങ്ങളിൽ ഈ ഇല്ലായ്മകളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാനോ അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ സാഹചര്യത്തിൽ ഇല്ലായ്മയിൽ ജീവിക്കാൻ പറ്റണം. അതുകൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് പ്രിവിലേജുകളിൽ 3 നേരത്തെ ഭക്ഷണവും ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളർന്നവർ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ട് വരെ അവർ പാവങ്ങളുടെ എല്ലാം പടത്തലവനായിട്ട് പറയുമെങ്കിലും അധികാര കസേരകളിൽ എത്തിക്കഴിഞ്ഞാൽ മുതലാളിമാരുടെ പടത്തലവന്മാരായി മാറുമെന്നുള്ളത് കൊണ്ടാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വന്നുടനെ മുടങ്ങിയ സാഹചര്യത്തിൽ പോലും, അതായത് അതും മുടങ്ങി തൊട്ടടുത്ത മാസത്തെ കൂടി കൊടുക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലെ 62 ലക്ഷം കുടുംബങ്ങളിലെ ഒരാളുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. ആ മനുഷ്യർ എത്രത്തോളം അത് ബുദ്ധിമുട്ടുന്നു, എത്രത്തോളം അവരുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് ചെന്ന് വീഴുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വയോധികൻ പറഞ്ഞ വാക്ക്. രാവിലെ പെൻഷൻ വാങ്ങാൻ പോയിട്ട് വരുന്ന സന്ദർഭത്തിൽ മറ്റൊരു വാർത്ത അവിടെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പുള്ളി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരികയും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അറിയാതെ പറയുകയാണ്, പെൻഷൻ ഇന്നും കിട്ടിയില്ല, ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമുണ്ടായി. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പൊങ്ങച്ചത്തിന് വേണ്ടിയും മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ആ മനുഷ്യരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ അത് പറയണമെന്ന് ഞാൻ തന്നെയാണ് നിർബന്ധിച്ച് പറയിച്ചത്. കാര്യം ഇത് ഈ നാട്ടിലെ 62 ലക്ഷം മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അതിൽ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷവും ഇന്നലകളിൽ കൂലിവേല ചെയ്ത് ഇന്ന് അവർക്ക് അനാരോഗ്യത്തെ തുടർന്ന് ഒരു ജോലിക്കും പോകാൻ പറ്റാത്തവരാണ്. അവരിലേക്ക് ഈ 2000 രൂപ ചെല്ലുമ്പോൾ ആ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ജീവശ്വാസം പോലെയാണ്. അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ്. വീടുകളിലേക്ക് 10 പൈസയുടെ വരുമാനമില്ലാതെ ഇത് മാത്രം കാത്തിരിക്കുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ്. സാധാരണക്കാരൻ്റെ വീട്ടിനെ സംബന്ധിക്കുന്നിടത്തോളം 2000 ഒന്നിനും തികയില്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം 2000 വലിയൊരു തുകയാണ്. ആ തുകയെ അവർ പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം ചെലവഴിക്കാനായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്. 1 രൂപ വരുമാനമില്ലാത്ത ഇതുപോലത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുള്ളിടത്തേക്ക് നിങ്ങൾ ക്ഷേമ പെൻഷൻ മുടക്കിയതിന് ശേഷം പല ന്യായീകരണങ്ങൾ പറയുമ്പോൾ, ഇന്നലകളിൽ കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ച് പെൻഷൻ വരെ മുടക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ചട്ടിയും കൊടുത്ത് പല മനുഷ്യരെ രംഗത്തിറക്കിയപ്പോൾ ആ സന്ദർഭങ്ങളിൽ കൊടുത്ത വാക്ക് പ്രകാരം 1 രൂപ അതിൽ മുടക്കം വരുത്താതെ എന്തുകൊണ്ട് കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ വിഷമങ്ങളും വേദനകളും കേട്ടാൽ മനസ്സിലാകുന്നത് അതേ സാഹചര്യത്തിലൂടെ വളർന്ന മനുഷ്യർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും.
തറവാട്ട് മഹിമയെക്കുറിച്ച് പറയുമ്പോൾ, 4 നേരം മൃഷ്ടാന ഭക്ഷണം കഴിച്ചവരെ കുറിച്ച് പറയുമ്പോൾ, കറണ്ടിന് അധിക വൈദ്യുതി ഉപയോഗിച്ച് 10,000 ബില്ല് അടയ്ക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം 2,000 രൂപയിൽ നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതാണ് ഈ നാട്ടിലെ 62 ലക്ഷം വരുന്ന മനുഷ്യരിൽ പലരുടെയും ജീവിതാവസ്ഥ. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യർ ജീവിതങ്ങൾക്കിടയിൽ നട്ടം തിരിയുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. അദ്ദേഹം ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും? എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും? ക്ഷേമ പെൻഷനൊക്കെ ദൂർത്തെന്ന് പറയുന്നവർ ഈ മനുഷ്യരെയൊന്നും ജീവിതത്തിൽ മനുഷ്യരായിട്ട് പരിഗണിക്കാത്തവരാണ്. അതുകൊണ്ടാണ് മേനോൻ സർക്കാർ അധികാരത്തിലേറി ആദ്യ മാസം തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചിന്തിക്കാൻ ഈ തറവാടികളായിട്ടുള്ളവർക്ക് കഴിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി വരുന്ന മാസങ്ങളിലെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ അത്തരം വീഴ്ചകൾ വരുത്താതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അയാളെ കൊണ്ട് അത് പറയിച്ച് നിങ്ങളുടെ മുന്നിൽ അത് കേൾപ്പിച്ചത്. അല്ലാതെ നാടകം കളിപ്പിച്ചതല്ല. ആ മനുഷ്യന്റെ ദുരിതാവസ്ഥ തന്നെയാണ് ആ കേട്ടത്. അത് നാടുകൂടി കേൾക്കണം, അധികാരത്തിലിരിക്കുന്നവർ കൂടി മനസ്സിലാക്കിയതിന് ശേഷം നാളുകളിൽ ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞു തുക വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. അത് ഒരു രാഷ്ട്രീയവും നിങ്ങൾ കലർത്തേണ്ട കാര്യമില്ലെന്ന് അടിവരയിട്ട് പറയുകയാണ്.